പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഇന്നലെ വീട്ടിൽ ചെന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു? നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രേമമായോ? ഇതുപോലൊരു ധ്യാനം കഴിഞ്ഞപ്പോൾ, കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഒരു സഹോദരി വിളിച്ച് പറഞ്ഞു, ബ്രദറെ, അന്ന് നല്ല കാര്യങ്ങൾ പറഞ്ഞു ഞങ്ങൾ അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് സ്നേഹിച്ചു. അന്ന് വീണ്ടും ഗർഭിണിയായി. അതാണ് മൂന്നാമത്തെ കുഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എത്ര പേരിപ്പോൾ ഗർഭിണിയായിട്ടെന്ന് ഇപ്പോൾ നമുക്കറിയില്ല. വേണ്ട എന്ന് പറഞ്ഞിരുന്നതാണ് മൂന്നാമത്തെ, 2 മതി. പക്ഷേ സ്നേഹം നിറഞ്ഞപ്പോൾ കർത്താവിൻ്റെ ആ സ്നേഹത്തിൽ കർത്താവ് വലിയ ഒരു സമ്മാനം കൊടുത്തു. ഇപ്പം നമ്മളിവിടെ ഇരിക്കുന്ന കുറേ പേര് വിചാരിക്കുകയാണ്, ഈ ധ്യാനമൊക്കെ പണ്ടൊന്ന് കേട്ടിരുന്നെങ്കിൽ ഈ പിള്ളേരൊക്കെ ഉണ്ടാവണേക്ക് മുമ്പ്, ഇല്ലേ? അങ്ങനെയൊക്കെ തോന്നുക. അതുകൊണ്ട് ചെറുപ്പക്കാർക്ക് ഇപ്പോൾ ഓളടിച്ചു. അവർ ചെറുപ്പത്തിലേ തന്നെ ഇതെല്ലാം കേട്ട് ആരംഭിക്കാനുണ്ട്. നമ്മളൊക്കെ കല്യാണം കഴിച്ചപ്പോൾ ഇതൊക്കെ വല്ലതും നമ്മൾ പഠിപ്പിച്ചോ? ഇതേ കെട്ടറാന്ന് പറഞ്ഞ് കെട്ടി. ഇതാണ് പെണ്ണ്, കെട്ട്. എന്തറിഞ്ഞണ്ട കെട്ടിയേ? അങ്ങ് വെള്ളത്തിലേക്ക് എടുത്തൊരു ചാട്ടോ. അത് കഴിഞ്ഞപ്പോഴല്ലേ മനസ്സിലാവുന്നത്, ആഹാ ഇതാണല്ലേ പെണ്ണ്. ഈ പുറമെ കാണുന്ന മാതിരി ഒന്നും അല്ല അകം. വളരെ മനോഹരമാണ്. പക്ഷേ ആ മനോഹാരിത കാണാൻ നമ്മളുടെ ഉൾക്കണ്ണുകൾ തുറക്കേണ്ടിയിരിക്കണം. ഓക്കെ, ഞാൻ ഇപ്പോൾ പ്രതിപാദിക്കാൻ പോകുന്നത്, ഇപ്പം നമുക്ക് രാവിലെ മാതാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് നയിച്ച സൂചനകൾ മനസ്സിലായല്ലോ. നമ്മൾക്ക് നമ്മുടെ വിശ്വാസത്തിൽ അടിസ്ഥാനപരമായ ചില രഹസ്യങ്ങളുണ്ട്. എന്താണ് അടിസ്ഥാനപരമായ രഹസ്യം? യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ ഇപ്പോഴും പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? നസറായനായ യേശുവിനെ കുറിച്ചാണ്. എത്ര വോളിയം പറയും കഴിഞ്ഞു? 2, 3, 4 ഇറങ്ങി. പിതാവ് പറയുന്നത്, ഇന്നും ക്രിസ്ത്യാനികളായ നമുക്ക് തന്നെ യഥാർത്ഥ അല്ലെങ്കിൽ യേശു ക്രിസ്തു എന്താണ് നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലായി വരുന്നേ ഉള്ളൂ. ഇപ്പം ഞാൻ എൻ്റെ കാര്യം പറഞ്ഞല്ലോ. എനിക്കിപ്പോൾ 63 വയസ്സായി. 60 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ കാര്യങ്ങൾ ആഴമായി മനസ്സിലാകാൻ തുടങ്ങിയത്. ഞാൻ വളരെ ദൈവാനുഭവവും പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവും വലിയ അത്ഭുതങ്ങളും എല്ലാം കണ്ടിട്ടുണ്ട്. ഒരുപാട് ധ്യാനിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ആ പഠനമെല്ലാം പടിപടിയായി നമ്മളെ ഉയർത്തുകയാണ്. ഇതെൻ്റെ ഒരു പ്രാർത്ഥനയാണ് ഞാനീ പറഞ്ഞത് എല്ലാ ദിവസവും. കർത്താവേ, എനിക്ക് ഇനിയും ഒന്നും അറിയില്ല. എൻ്റെ അറിവ് ഒരു എല്ലോളമേ ഉള്ളൂ. അതും വെച്ചുകൊണ്ടാണ് ഞാൻ ഈ വലിയ ആളെന്ന് പറഞ്ഞ മാതിരി നടക്കണം. എന്നാൽ എനിക്ക് അറിയാനുള്ളതോ ഒരു കടലോളമുണ്ട്. വിശുദ്ധ തോമസ് അക്വീനാസ് ആണ് സഭയിലെ ഏറ്റവും വലിയ ഒരു ഡോക്ടർ ഓഫ് ദ ചർച്ചിൽ വളരെയധികം പ്രാമാണികമായ ആധികാരികമായ പ്രബോധനങ്ങൾ എഴുതി സഭയ്ക്ക് നൽകുകയും അതനുസരിച്ചുള്ള തിയോളജി പഠനങ്ങളാണ് നമ്മളുടെ മെത്രാന്മാരും അച്ഛന്മാരും എല്ലാം പഠിച്ചിട്ടുള്ളത്. ആ വിശുദ്ധരിലെല്ലാം എഴുതി കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇതെല്ലാം വെറും വൈക്കോലാണ്. എന്താ അതിൻ്റെ അർത്ഥം? ഇതെല്ലാം വെറും these are nothing but straw. എന്താ അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം, അവിടുത്തെ ജ്ഞാനം എന്തോ ഒരു ആനന്ദമായ ജ്ഞാനത്തെ ഞാൻ കാണുമ്പോൾ ഈ എഴുതിയിരിക്കുന്നതെല്ലാം വളരെ നിസ്സാരം മാത്രമാണ്.
ഇപ്പൊ അനന്തത എന്നുള്ള വാക്ക് നമുക്ക് മനസ്സിലായില്ലേ? അവിടുന്ന് അനന്ത ജ്ഞാനമാണ്. നമ്മുടെ സിറോ മലബാർ കുർബാനയിലൊരു പ്രാർത്ഥന എന്നെ വളരെ ആകർഷിച്ചിട്ടുള്ളൊരു പ്രാർത്ഥനയാണ്. സർവജ്ഞനായ ഭരണകർത്താവും അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മരണീയനായ പരിപാലകനും സകല സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഞങ്ങളെ അനുഗ്രഹിക്കണേ. ഒന്ന് പറഞ്ഞെല്ലാവരും, സർവജ്ഞനായ ഭരണകർത്താവ്. ഉണ്ടോ? സർവജ്ഞാനവും നിറഞ്ഞ ഭരണകർത്താവ്, അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മരണീയനായ പരിപാലകൻ. ഈ വാക്ക് വളരെ ശ്രദ്ധിക്കണം. ദൈവത്തിനെ കുറിച്ചുള്ള അറിവും ദൈവം നമുക്ക് നമ്മളെക്കുറിച്ച് നൽകുന്ന അറിവും വിസ്മരണീയമാണ്. അതായത് നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാകുന്നതിൽ ഉപരിയാണ്. ഞാൻ സാവധാനം പറയണത് ഭയങ്കര സാവധാനമായി പോയോ? കുഴപ്പമില്ലല്ലോ. എൻ്റെ അകത്ത് തന്നെ ഇത് ആർട്ടിക്കുലേറ്റ് ചെയ്തിങ്ങനെ വരികയാണ്. നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് ഉപരിയാണ്. അത് പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിൽ പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ളതാണ്. ഈശോ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഈശോ പറയാണ്, പിതാവേ, അങ്ങ് ഇവയെല്ലാം ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും ഒളിച്ചു വെച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കാതെ. ജ്ഞാനികളും ബുദ്ധിമാന്മാരും എന്ന് അവിടെ പറയുന്നത് നിയമജ്ഞർ നിയമം മുഴുവൻ പഠിച്ചു, ശാസ്ത്രികൾ, ഫരിസേയ പ്രമാണികൾ, ഇവർക്കൊന്നും വെളിപ്പെടുത്തി കൊടുക്കാതെ ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തല്ലോ. ഓ പിതാവേ, ഇതായിരുന്നല്ലോ അങ്ങയുടെ ഹിതം. അതുകൊണ്ടാണ് കൊച്ചുദേശ പുണ്യവതി വളരെ സ്വാധീനിച്ചൊരു വചനമായിരുന്നത്. അതുകൊണ്ട് പറഞ്ഞു, എനിക്ക് ഒരു ശിശു ആയാൽ മതി. ദൈവത്തിൻ്റെ ജ്ഞാനവും അറിവും നമ്മളിലേക്ക് ഒഴുകുന്നതിന് നമ്മൾ ഒരു ശിശു ആകണം. ശിശു ആകണം എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും അറിയില്ല എന്നുള്ള ഒരു പോയിന്റ്. പിന്നെ ആ അറിവിന് വേണ്ടിയുള്ള ദാഹം. ഞാൻ പുസ്തകം എടുത്തത് പറഞ്ഞങ്ങ് തീർത്തോട്ടെ, അല്ലെങ്കിൽ ഇത് തന്നെ 2 കിലോ ഉണ്ട്. അതുകൊണ്ട് ആരും ഇത് കൊണ്ട് നടക്കാത്തത് ഇല്ലേ? കൊണ്ട് നടക്കണ്ടോ? ഇവിടെ ആരുടെയെങ്കിലും കയ്യിൽ കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ച് കൊണ്ടുവന്നിട്ടുണ്ടോ? കൊണ്ടുവന്നിട്ടില്ല. ആര് ബൈബിൾ കൊണ്ടുവന്നിട്ടുണ്ടോ? എത്ര പേര് ബൈബിൾ കൊണ്ടുവന്നിട്ടുണ്ട്? പ്രൈസ് ദി ലോർഡ്, വെരി ഗുഡ്. മിക്കവാറും എല്ലാവരും തന്നെ ബൈബിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി സാവധാനം നിങ്ങൾ ഇനി ഈ കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ചും കൊണ്ടുവരണം. ഇതെല്ലാവരുടെ കയ്യിലുണ്ടാകണം, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ ഒന്ന് വെച്ചെങ്കിലും ഉണ്ടാകണം. എന്നിട്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ പഠിക്കണം. പഠിക്കണം എന്ന് പറയുമ്പോൾ ഉടനെ എൻ്റെ അകത്ത് വരുന്നൊരു വചനം, മത്തായിയുടെ സുവിശേഷത്തിൽ ഈശോ പറഞ്ഞു, അവസാനം നിങ്ങൾ ലോകമെല്ലാം പോയി സുവിശേഷം പ്രഘോഷിക്കുവിൻ, എല്ലാവരെയും ശിക്ഷപ്പെടുത്തുവിൻ, സ്നാനപ്പെടുത്തുവിൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുവിൻ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതൊക്കെ അറിയാം. അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞേക്കണേ? നിങ്ങൾ പിതാവിൻ്റെ പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം സ്നാനപ്പെടുത്തുവിൻ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പുസ്തകം നോക്കാണ്ട് ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞേ? യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. കണ്ടോ? അതിന് മുമ്പ് എന്തോ പറഞ്ഞിട്ടുണ്ട്. അതിന് മുമ്പ് യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ ലാസ്റ്റ് ഭാഗമാണ്. അതിന് മുമ്പ് എന്താ പറഞ്ഞേക്കണേ? ഇവിടെ ഒരാൾ പറയണ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഒരാൾ പറയുന്നുണ്ട്, കണ്ടോ? നോക്കി വായിക്കണ്ടെന്ന് പറഞ്ഞു, അത് തന്നെ വായിച്ചു. കുഴപ്പമില്ല, നല്ല കാര്യം. ഒന്ന് എല്ലാവരും ഒന്ന് ഏറ്റു പറഞ്ഞേ, ഒന്ന് ശബ്ദമുയർത്തി ഏറ്റു പറഞ്ഞേ. ഇനി ഒന്ന് വായിച്ചോ. ഞാൻ നിങ്ങളോട്
കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുകയും എന്താ യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ. അപ്പൊ ഇവിടെ ഇത് ഒറ്റ സെന്റൻസ് ആണ് അല്ലേ? ഒറ്റ സെന്റൻസ് അല്ലേ? ഫുൾ സ്റ്റോപ്പ് ഉണ്ടോ അതിന് മുമ്പ്? അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങൾ അവരെ സ്നാനപ്പെടുത്തുക എന്നിട്ട് ഫുൾ സ്റ്റോപ്പ് ഉണ്ടോ? ഉണ്ടോ? അപ്പൊ മലയാളത്തിൽ അങ്ങനെയാണ്. ഇംഗ്ലീഷിൽ ഫുൾ സ്റ്റോപ്പില്ല, ഒറ്റയടിക്ക് പോവുക. അത് പറയുന്നത് എന്താണ്? സ്നാനപ്പെടുത്തുവിൻ. പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമാവില്ല. ഈ പെടുത്തിയ സ്നാനത്തിൻ്റെ അകത്ത് എന്തുട്ടാ ഉള്ളേ? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളവ അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. അതെന്താ അതിൻ്റെ അർത്ഥം? ഒന്ന് പഠിപ്പിക്കുവിൻ, സ്നാനപ്പെടുത്തുവിൻ, പഠിപ്പിക്കുവിൻ. ബാപ്റ്റൈസ് ദം ആൻഡ് ടീച്ച് ദം എന്ന് പറഞ്ഞ എല്ലാവരും ബാപ്റ്റൈസ് ദം ആൻഡ് ടീച്ച് ദം. സ്നാനപ്പെടുത്തുവിൻ, അതിനുശേഷം പഠിപ്പിക്കുവിൻ. ഇതെന്നെ വളരെ സ്വാധീനിച്ച ഒരാശയമാണ്. അങ്ങനെയാണ് ഞാൻ തന്നെ ഇരുന്ന് പഠിക്കാൻ തുടങ്ങിയത്. ഇത് പഠിക്കാൻ തുടങ്ങി. ഇത് നമ്മളിരുന്ന് പഠിക്കണം. നമുക്കിഷ്ടമുള്ള ഒരു വചനം എടുത്തുകൊണ്ട് ഇത് നല്ല രസമാണ്, ഇത് അടുത്തത് ക്ലാസ്സിൽ കാച്ച എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ പറ്റില്ല. പഠിക്കണം. എന്ത് പഠിക്കണം? കണ്ടോ എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളവ അനുസരിക്കാൻ അവരെ പഠിപ്പിക്കും. ഒന്നുകൂടി ശബ്ദമുയർത്തി പറഞ്ഞ്, സാവധാനം പറഞ്ഞ്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളവ അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുക. ഒന്നുകൂടി കരമുയർത്തി പറഞ്ഞ്, എന്താണ് ഇതിൻ്റെ അർത്ഥം? എന്താണ് ഈശോ പറയുന്നത്? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത് എന്താ? അതാണ് പുതിയ നിയമം. 10 കൽപ്പനകൾ പഠിപ്പിക്കാൻ അവിടെ പറഞ്ഞിട്ടുണ്ടോ? പഠിപ്പിക്കേണ്ടെന്നല്ല ഞാൻ പറയണത്. അവിടെ പറഞ്ഞേക്കണ എന്താ? മോശ പഠിപ്പിച്ചത് പഠിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? എന്താ പറഞ്ഞിരിക്കുന്നത്? ആരാണ് ഞാൻ? ഈശോ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് പഠിപ്പിക്കും. അപ്പൊ എന്താണ് ഈശോ പഠിപ്പിച്ച കൽപ്പനയും മോശ പഠിപ്പിച്ച കൽപ്പനയും തമ്മിലുള്ള വ്യത്യാസം? ഇതാണ്. ഇനി ഒരു 9 ദിവസത്തെ ധ്യാനത്തിലാണ് അതൊക്കെ മനസ്സിലാവുള്ളൂ. എന്നാലും ഒരു സൂചന നമുക്ക് കിട്ടും. നമ്മൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ആ വിശ്വാസത്തിന് മോശയുടെ കൽപ്പനകളല്ല, പുതിയ കൽപ്പനകളുണ്ട്, പുതിയ ജീവിത രീതിയുണ്ട്. അത് കർത്താവിൻ്റെ കരുണയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒന്നാണ്. അത് രക്ഷിക്കുന്ന സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒന്നാണ്, ശിക്ഷിക്കുന്ന ഒന്നല്ല. അപ്പോൾ പഴയ കൽപ്പന എന്തായിരുന്നു? പഴയ കൽപ്പന നിയമവും ശിക്ഷയും. ഇപ്പം നമ്മളുടെ നാട്ടിലും അല്ലെങ്കിൽ ഈ നാട്ടിലായാലും കോടതി, നിയമം, വക്കീല്, പോലീസ്, ഇവർക്ക് എന്താണ് അതിൻ്റെ അർത്ഥം? ഒന്ന് കൈവീശി കാണിച്ച് എല്ലാവരും. എന്നിട്ട് ജയ് ബോലോ ജയ് ബോലോ യേശു മസീഹ കി ജയ് ബോലോ ജയ് ബോലോ ജയ് ബോലോ യേശു മസീഹ കി ജയ് ബോലോ. താങ്ക് യു. അപ്പം നമ്മളുടെ നാട്ടിലായാലും ഇവിടെ ആയാലും പോലീസുണ്ട്, വക്കീലുണ്ട്, ജഡ്ജുണ്ട്, കോടതിയുണ്ട്. ഇതിൻ്റെ എല്ലാം ആകത്തുക എന്താണ്? നിയമം ഉണ്ട്, ശിക്ഷയുണ്ട്. ക്ഷമിക്കാനുള്ള നിയമം അതിലുണ്ടോ?
ക്ഷമിക്കാനുള്ള നിയമമുണ്ടോ? ഇപ്പൊ നിങ്ങൾ ഓവർ സ്പീഡ് എടുത്തു പോയാൽ ടിക്കറ്റ്, എന്താ ഇവിടെ പറയാ, ടിക്കറ്റ് കിട്ടുന്നോ ഫൈൻ അടിക്കുന്നോ, എന്താ പറയാറ് ഇവിടെ? ഫൈൻ അടിക്കും. ഫൈൻ അടിച്ചു. സാധാരണ ക്യാമറ ഫൈൻ അടിച്ച് വീട്ടിൽ നോട്ടീസ് വരും, ബില്ല് വരും, നിങ്ങൾ കൊണ്ടുപോയി അടയ്ക്കും. ഈ ബില്ല് കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതൊന്ന് ക്ഷമിക്കാൻ പറഞ്ഞുകൊണ്ട് എവിടെയെങ്കിലും പോകാൻ പറ്റുമോ? ഇതൊന്ന് ക്ഷമിക്ക്, ഞാനങ്ങ് അറിയാണ്ട് ചെയ്തു പോയത്. ഇനി പോലീസ് തന്നെ നേരിട്ട് പിടിച്ചു. പോലീസ് പിടിച്ചു. ഒരിക്കൽ ഞങ്ങൾ ജർമ്മനിയിൽ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് ഞാനിരുന്നങ്ങ് ഉറങ്ങിപ്പോയി. നമ്മുടെ ഡ്രൈവർ പുറയിൽ പോലീസ് വന്നത് കണ്ടില്ല. ഇവൻ ഭയങ്കര സ്പീഡിൽ പോവാ. സാധാരണഗതിയിൽ അവിടെ നല്ല സ്പീഡുള്ള ഇതാണ്, അതിനേക്കാൾ ഭയങ്കര സ്പീഡിൽ പോകാം. പോലീസ് ഓവർടേക്ക് ചെയ്തിട്ട് നിർത്തിയിട്ട് പറഞ്ഞു, ഞങ്ങൾ പുറയിലുള്ളത് കണ്ടിട്ടും നീ ഈ സ്പീഡിൽ ഓടിച്ചു പോയാൽ അതുകൊണ്ട് നിനക്ക് ഡബിൾ ഫൈൻ. അവനാകെ ഭയങ്കര പ്രയാസമായി. അവർ ഭയങ്കര പ്രസ്റ്റീജുകാരാണ് ജർമ്മൻകാരെന്ന് പറഞ്ഞാൽ. അവർക്കിങ്ങനെ ഒരാൾ ഫൈൻ അടിക്കാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രയാസം. അവൻ കിടന്ന് ഭയങ്കരമായിട്ട് കരഞ്ഞ് പറയാൻ തുടങ്ങി, സാറേ ക്ഷമിക്കണം. ഞാൻ പറഞ്ഞ് ഒരു കാര്യമില്ല, കാരണം അവർക്ക് ക്ഷമിക്കാനുള്ള നിയമമില്ല. ക്ഷമിക്കാനുള്ള നിയമമില്ല. മനസ്സിലായോ? പോലീസിനെ ശിക്ഷിക്കാൻ മാത്രമേ നിയമമുള്ളൂ. അപ്പോൾ നല്ല പോലീസുകാരനാണെങ്കിൽ പറയും, സാറേ എൻ്റെ ജോലി കളയരുത്, അതുകൊണ്ട് നിങ്ങൾ ആ കാശ് പോയി അടയ്ക്കി. ഞാനിത് ക്ഷമിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ ജോലി പൂർത്തിയാക്കുന്നില്ല. എൻ്റെ ജോലി നിയമം ലംഘിക്കുന്നവരെ ശിക്ഷിക്കുക. ഇതാണ് കോടതികളെല്ലാം. എന്നാൽ ഇനി പുതിയൊരു കാലം വരാൻ പോവുകയാണ്. എന്താ പുതിയ രാജ്യത്തിൽ വരാൻ പോകുന്നത്? എല്ലാ പോലീസുകാരനും ക്ഷമിക്കാനുള്ള നിയമം കൊടുക്കും. ആലോചിച്ച് നോക്കിയേ, പോലീസുകാർക്കെല്ലാം കണ്ടുപിടിക്കുക, കാര്യം പറയുക, നീ ചെയ്തത് തെറ്റാണ്, പക്ഷെ ക്ഷമിച്ചിരിക്കണം. അപ്പൊ എന്തുണ്ടാവും? അപ്പൊ വക്കീലില്ല, പിന്നെ വക്കീൽ വേണം, പിന്നെ കോടതി വേണം. പകുതി കാശ് ലാഭമായി ഗവൺമെന്റിന്. ഈ ഗവൺമെന്റിന്റെ ചെലവുകളെല്ലാം എന്തിൻ്റെയാ? ഒന്ന് കോടതിയുടെയും ജഡ്ജിമാരുടെയും, പിന്നെ പട്ടാളത്തിൻ്റെയും യുദ്ധക്കോപ്പുകളുടെയും. ഇതൊക്കെ മാറാൻ പോവുകയാണ് പുതിയ രാജ്യത്തിൽ. ആ പുതിയ രാജ്യത്തിൽ ഒരാൾക്കും ഒരു ശത്രുതയില്ല, വെറും ക്ഷമ 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 മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പം ആരോ പറയുന്നുണ്ട് ഇത് നടക്കാൻ പോണ കാര്യമൊന്നുമല്ലെന്ന്. ഇതാണ് യെശയ്യാ പ്രവചനത്തിൽ പറയുന്നത്. സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ഈ ലോകം മുഴുവൻ ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. ഒന്നെല്ലാവരും ശബ്ദമുയർത്തി പറഞ്ഞ്, സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ലോകം മുഴുവനും ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. ഒന്ന് കൈ ഉയർത്തി പിടിച്ച്, ഇത് വിശ്വസിക്കുന്നുവോ? ശരിക്കും വിശ്വസിക്കുന്നുവോ? കൈതാട്ടല്ലേ? യെശയ്യാ 7:14 പറഞ്ഞു, കന്യക ഗർഭം ധരിക്കും, ഒരു പുരുഷനില്ലാതെ ഒരു സ്ത്രീ ഗർഭം ധരിക്കും എന്ന് പറഞ്ഞത് പൂർത്തിയായോ? എങ്കിൽ ഈ വചനം പൂർത്തിയാകുമോ? സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ഭൂമി മുഴുവനും ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. ഇതങ്ങ് വിശ്വസിക്കേ. ഇത് നടക്കാൻ പോണ കാര്യമല്ല എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ നടക്കണേ? ഇത് വിശ്വസിക്കുമ്പോ ഇത് നടക്കും. അങ്ങനെ പോലീസില്ലാത്ത, പട്ടാളമില്ലാത്ത, കോടതിയില്ലാത്ത, യുദ്ധക്കോപ്പില്ലാത്ത, സമാധാനം മാത്രമുള്ള ഒരു പുതിയ ആകാശം, പുതിയ ഭൂമി ഉണ്ടാകും. അതാണ് ദൈവനീതി എന്ന് പറയുന്നത്. അതാണ് ദൈവരാജ്യത്തിൻ്റെ പൂർണ്ണത. പണിയും നോർസ്ലേം നഗരീതാ കരുണാവാരിധി അവനല്ലോ, ചിതറിയൊരു ഇസ്രായേൽ ജനതയെ നാഥൻ വീണ്ടും ചേർക്കുന്നു. പണിയും നോർസ്ലേം നഗരീത കരുണാവാരി. ഇതെല്ലാം യേശുവിനെ 1000-ലധികം വർഷം മുമ്പ്
അപ്പൊ ഇപ്പൊ എത്രയായി? ഒരു 3000-ലധികം വർഷമായി. പ്രവചനമായിട്ട് ഇസ്രായേൽ പാടിയിരുന്നതാണ്, അന്നേ പാടിയിരുന്നു. സങ്കീർത്തനം 45 പാടുന്നത് ഇങ്ങനെയാണ്: രാജകുമാരി സ്വർണ്ണക്കശ ഉടയാട ചാർത്തി അന്തഃപുരത്തിൽ ഇരിക്കുന്നു, വർണ്ണശബളമായ അങ്കിയുടുത്തണിഞ്ഞവളെ രാജസന്നിധിയിലേക്ക് ആനയിക്കുന്നു. ഇത് കേട്ടപ്പോൾ പെണ്ണുങ്ങൾക്കൊക്കെ സന്തോഷമായിട്ടില്ലേ? വർണ്ണശബളമായ അങ്കി എന്ന് പറഞ്ഞാൽ എംബ്രോയിഡേഡ് സാരി ഇല്ലേ? എംബ്രോയിഡറി, സ്വർണ്ണൻ ഗോൾഡൻ എംബ്രോയിഡേഡ് സാരി ഉടുത്തുകൊണ്ട് രാജ്ഞി അവിടെ ഇരിക്കുന്നു. ആരാണിത്? ആ, പെട്ടെന്ന് നമുക്ക് തോന്നണം മാതാവ്. അതാണ് വിസ്മയനീയമായി ചിന്തിക്കൂ. ഇത് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമല്ലേ? എന്താ അതിൻ്റെ വിസ്മയനീയത? ആരുടെ കല്യാണക്കാരി ഇവിടെ പറയണേ? സഭയാകുന്ന മണവാട്ടി അന്ത്യദിനത്തിൽ എല്ലാവരും ഉയർത്തെഴുന്നേറ്റ് ആ ഉയർപ്പിൻ്റെ വസ്ത്രമണിഞ്ഞ്, അതായത് ഉയർത്തെഴുന്നേറ്റ ശരീരം അണിഞ്ഞുകൊണ്ട് മഹത്വീകരിക്കപ്പെട്ട് രാജസന്നിധിയിലേക്ക് പ്രവേശിക്കുന്നു. ഇനി ഒന്ന് കേട്ടോ, രാജകുമാരി. രാജകുമാരി എന്ന് പറഞ്ഞാൽ മണവാട്ടി, കർത്താവിന്റെ മണവാട്ടി. ആരാണ് കർത്താവിന്റെ മണവാട്ടി? സഭ എന്ന് പറഞ്ഞാൽ ആരാ? നമ്മളെല്ലാവരുമാണ്. രാജകുമാരി സ്വർണ്ണക്കശ ഉടയാട് സ്വർണ്ണക്കശ ഉടയാട് എന്ന് പറയുമ്പോൾ മഹത്വം അണിഞ്ഞിരിക്കുന്നു. ശരീരം ഉയർത്തെഴുന്നേറ്റ് മഹത്വീകൃതമായി കഴിഞ്ഞിരിക്കുന്നു. രാജകുമാരി സ്വർണ്ണക്കശ ഉടയാട് ചാർത്തി അന്തഃപുരത്തിൽ ഇരിക്കുന്നു, വർണ്ണശബളമായ അങ്കിയണിഞ്ഞവളെ രാജസന്നിധിയിലേക്ക് ആനയിക്കുന്നു. കണ്ടോ? ഇതാണ്. അപ്പോ നമ്മളൊക്കെ അവിടെ ഉണ്ടാവും. എത്ര പേർക്ക് ഉറപ്പുണ്ട് നമ്മളൊക്കെ അവിടെ ഉണ്ടാവും? അവരൊന്ന് കൈ ഉയർത്തിയേ. എത്ര പേർക്ക് ഉറപ്പുണ്ട്? കണ്ടോ? പകുതി പേർക്ക് ഉറപ്പില്ല. എന്താ ഉറപ്പില്ലാത്തത്? ഇപ്പൊ ബാക്കിയുള്ളവർക്ക് ഉറപ്പുണ്ട്. അവരും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താ? വിശ്വാസം. അതാണ്. എനിക്ക് നല്ല ഉറപ്പാ. ആ അന്ത്യദിനത്തിൽ വിധിക്കായി വരാൻ പോകുന്നത് ആരാ? നമ്മുടെ ഈശോ. ആ ഈശോ ആണ് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തു കഴിഞ്ഞത്. പരിശുദ്ധ പിതാവ് പറഞ്ഞു, അന്ത്യദിനത്തിനെ കുറിച്ച് പേടിക്കല്ല വേണ്ടത്, സന്തോഷത്തോടെ ഒരുങ്ങുക. ഉടയാട ചാർത്തി 2 അഡ്വക്കേറ്റുമാരാണ് അവിടെ നിങ്ങളുടെ അനുകൂലമായിട്ട് ഉണ്ടാവുന്നത് വാദിക്കാൻ. ആരൊക്കെയാ 2 അഡ്വക്കേറ്റ്? ഈശോയും പരിശുദ്ധാത്മാവും. മാതാവ് എല്ലായിടത്തും ഉണ്ടെന്നേ. അഡ്വക്കേറ്റ് ആയിട്ടല്ല മാതാവ് ഉള്ളത്. മാതാവ് അവിടെ ഉണ്ട്. ഈശോയും പരിശുദ്ധാത്മാവും. അപ്പോ ഉദാഹരണത്തിന് എൻ്റെ പേര് വിളിച്ചിരിക്കുകയാണ് വിധിക്കാൻ വേണ്ടി. കൊടിയൻ തോമസ് പോൾ. യെസ്, ഹാജരാണേ. ഞാൻ അവിടെ വന്നു, അല്ലെങ്കിൽ എന്നെ കൊണ്ടുവന്നു. ഉടനെ മാലാഖമാരൊക്കെ എഴുന്നേറ്റ് നിന്നു. അതെന്താ? അവർക്കറിയാം ഈ തോമസ് പോള് ഓൾറെഡി കർത്താവിൻ്റെ അനുഗ്രഹപാത്രമാണ്. ഇതാ ആദ്യത്തെ അഡ്വക്കേറ്റ് വന്നു. അഡ്വക്കേറ്റ് നമ്പർ 1 ജീസസ് ക്രൈസ്റ്റ്. എന്നിട്ട് പറഞ്ഞു, മൈ ലോർഡ്, ഇവന്റെ ജീവിതകാലത്ത് ഇവൻ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ അതെല്ലാം ഞാൻ കുരിശിൽ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് ഇവൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് വിശ്വാസത്തിലൂടെ അവന് ലഭിക്കുന്ന കൃപാവരത്തിന്റെ മുഴുവനും ഇവന് കിട്ടിയിരിക്കുന്നു. അവനെ ഇതാ വെള്ള വസ്ത്രം അണിയിച്ചുകൊണ്ട് അങ്ങയുടെ സന്നിധിയിലേക്ക് അനയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.
അപ്പോഴേക്കും പരിശുദ്ധാത്മാവ് ഓടി വന്നിട്ട് പറയാണ്, ഇവൻ ജീവിതകാലത്ത് പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അനേകം ആത്മാക്കളെ സ്വർഗരാജ്യത്തിന് വേണ്ടി നേടിയിട്ടുള്ളതും കൂടിയാണ്. അതുകൊണ്ട് ഇവനെ ഒരു ഗോൾഡൻ മെഡലും ഒരു കിരീടവും അണിയിച്ചാലും, ഒരു കിരീടവും അണിയിക്കണം. ഇതാ കിരീടം, ഒരു കിരീടവും അണിയിച്ച് ഇവനെ സ്വീകരിച്ചാലും. അങ്ങനെ അപ്പോഴേക്കും കുറെ മാലാഖമാര് മ്യൂസിക് പാർട്ടി ബാൻഡും ഒക്കെ ആയിട്ട് വന്നു. അവരെല്ലാവരും കൂടി പാട്ട് പാടി ഗാനാലാപങ്ങളോടെ ഈ വിശുദ്ധ തോമസ് പോളിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി. പക്ഷേ ഇവിടെ നാമകരണം ചെയ്തിട്ടില്ല, സ്വർഗത്തിൽ മാത്രമേ. ഇവിടെ ഭൂമിയിൽ നാമകരണത്തിന്റെ ആവശ്യമില്ല കേട്ടോ. ഈ വിശുദ്ധൻ സ്വർഗത്തിൽ മാത്രം. ഈ ഒരു പ്രോസസ്സിൽ നിങ്ങളും ഉണ്ടാവോ ഇല്ലയോ? ഇപ്പൊ എത്ര പേർക്ക് ഉറപ്പുണ്ടെന്ന് കൈപൊക്കിയേ? കണ്ടോ, ഇപ്പൊ എല്ലാവരും പോയി കൈ അടിച്ച് കർത്താവിന് ജയ് ബോലോ ജയ് ബോലോ मसीहा की जय बोलो जय बोलो जय बोलो യേശു മസീഹാ की ആരോ അവിടെ ഇങ്ങനെ ചിന്തിക്കുക, ഈ ബ്രദർ പറഞ്ഞിട്ട് ഇത്ര എളുപ്പമാണോ സ്വർഗത്തിൽ കയറാൻ? അപ്പൊ ശുദ്ധീകരണ സ്ഥലത്തിൽ പോണ്ടേ? അപ്പൊ നരകമില്ലേ? നരകമുണ്ട്, ശുദ്ധീകരണ സ്ഥലമൊക്കെ ഉണ്ട്. ഇതെല്ലാം ഇതിന് ഒരു പ്രശ്നമില്ല. എന്നെ കർത്താവ് വിളിച്ച്, അപ്പൊ ഇതങ്ങനെ വെറുതെ അല്ല, എളുപ്പമല്ലേ കയറണത്. ബുദ്ധിമുട്ട് ആർക്കാ? ആരാ ഇതിനു വേണ്ടി ബുദ്ധിമുട്ടിയത്? ഞാനല്ല. ആരാ? കർത്താവീശോ മിശിഹ കുരിശിൽ കിടന്ന് സകല ബുദ്ധിമുട്ടും എനിക്ക് വേണ്ടി ചെയ്തു. അത് വിശ്വസിക്കുമ്പോൾ നമ്മൾ യേശു നേടിയ ആളുകളാണ്. ഇനി ഒന്ന് പറഞ്ഞേ, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. മറിച്ച് ധ്യാനം കൂടി കഴിഞ്ഞപ്പോഴല്ലേ മനസ്സിലായത്, പോയ സമയത്ത് എൻ്റെ പാപം മാത്രമേ ഉണ്ടായുള്ളൂ, വരണ സമയത്ത് എല്ലാ കാർമ്മന്മാരുടെയും പാപവും കൂടിയാണ് വന്നേക്കണേ. പൂർവ്വശാപവും എല്ലാം എനിക്ക് കിട്ടി. ഇനി ഇതിന് പരിഹാരം ചെയ്യാൻ വേണ്ടി ഞാൻ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അവിടെ പോകണം, ഇവിടെ പോകണം, അത് ചെയ്യണം. ഇങ്ങനെയാണ് വിശ്വസിക്കുന്നതെങ്കിൽ കുടുംബത്തിൽ പ്രശ്നമായിരിക്കും, പരിഹാരവും ചെയ്തുകൊണ്ടിരിക്കും നിങ്ങൾ. എന്ന് നിങ്ങൾ യേശുക്രിസ്തു നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നത് വരയ്ക്കും. സംഭവം കഴിഞ്ഞു, പക്ഷെ നമ്മൾ വിശ്വസിക്കില്ല. അതാണ് ഈശോ പറഞ്ഞതിന്റെ അർത്ഥം. മാമോദീസ കൊടുത്തോ, പക്ഷെ മാമോദീസയിൽ എന്താ കിട്ടി എന്നുള്ളത് അവരെ പഠിപ്പിക്കുക. എന്താ കിട്ടി? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള ഈ പുതിയ കൽപ്പനകൾ പഠിപ്പിക്കുക, വിശ്വാസത്തിന്റെ കൽപ്പന പഠിപ്പിക്കുക, ഉടമ്പടിയുടെ കൽപ്പന പഠിപ്പിക്കുക, വാഗ്ദാനത്തിന്റെ അർഹത പഠിപ്പിക്കുക. അബ്രാഹത്തിനോടും തന്റെ സന്തതിയോടും വാഗ്ദാനം ചെയ്തത് നമുക്ക് അവകാശമായിട്ട് നൽകിയിരിക്കുകയാണ്. നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് എന്ത് ചെയ്യണം? വിശ്വസിച്ചാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ഒന്നും ചെയ്യട്ടെ. ഇതാ ഒരു വചനം വരുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ വായിച്ചൊന്ന്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 28-ാമത്തെ വചനം. ഇതേമായൊരു സാഹചര്യത്തിലായിരിക്കാം ആളുകൾ ചോദിക്കുക, ഒന്നും ചെയ്യണ്ടേ? ദൈവഹിതം അനുസരിച്ചുള്ള എന്തെങ്കിലും ഒന്ന് ചെയ്താൽ മതിയാവും. എന്താണ്? ഒന്ന് വായിച്ച ആ വചനം. അപ്പോൾ അവർ ചോദിച്ചു, ദൈവഹിതം അനുസരിച്ച്
ദൈവഹിതമനുസരിച്ച് എല്ലാവരും നേറ്റ് പറഞ്ഞുകൊണ്ട് ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് കരമുയർത്തി എല്ലാവരും ഏറ്റു പറഞ്ഞുകൊണ്ട് അടുത്ത ഭാഗം ഈശോ പറയുകയാണ്. വായിച്ചോ. യേശു മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. ഒന്നുകൂടി എല്ലാവരും, ഇതാണ് ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. ആർക്കും ഒരു ഭയങ്കര സമാധാനം ഒഴുകുന്ന മാതിരി തോന്നുന്നുണ്ടല്ലേ? ആർക്കും ഒക്കെ ഭയങ്കര സമാധാനം. ഇതാണ് യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസം. ദൈവഹിതമനുസരിച്ച് നമ്മൾ എന്തെങ്കിലും പ്രവർത്തിക്കുന്നതിലൂടെ അല്ല. അപ്പൊ ഇത് ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട. നമ്മളിങ്ങനെ വിശ്വാസത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പലപ്പോഴും വളരുന്നത് നമ്മുടെ പ്രവൃത്തി അനുസരിച്ച് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നുള്ള ഒരു ചിന്തയിലൂടെയും കൂടിയാണ്. നമ്മൾ ഇന്നതൊക്കെ ചെയ്താൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അവരങ്ങനെ ഒന്നും ചെയ്യണില്ല, അവരൊക്കെ നാമമാത്ര ക്രിസ്ത്യാനികളാണ്, അവരൊക്കെ അവിടെ ചെല്ലുമാവോ. ഇങ്ങനെയും കൂടി ഇടയ്ക്ക് നമ്മുടെ ഉള്ളിൽ വിചാരം ഉണ്ടാവും. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ യേശുക്രിസ്തുവിൽ ഉള്ള വിശ്വാസം പൂർണ്ണത എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ആദ്യത്തിൽ പറയുന്നത്, 1-ാം അധ്യായത്തിൽ 16-ഉം 17-ഉം വചനത്തിൽ പറയുകയാണ്. എന്താണ് 1:16 പറയുന്നത്? അവന്റെ പൂർണ്ണതയിൽ നിന്ന്. എനിക്ക് ഭയങ്കര സന്തോഷമാണ് നിങ്ങളിങ്ങനെ വചനം ഞാൻ അങ്ങോട്ട് പറയുമ്പോഴേക്കും നിങ്ങൾ ഇങ്ങോട്ട് പറയുമ്പോൾ ഇങ്ങനെ ഒരു സമൂഹത്തെ കിട്ടിയതിന് ഭാഗ്യം. അപ്പോൾ ഒരു വളർച്ചാധ്യാനമായിരുന്നുവെങ്കിൽ എന്തായിരുന്നേന്? വായിച്ചെല്ലാവരും. അവന്റെ പൂർണ്ണതയിൽ നാം എല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചു. ഒന്നുകൂടി കരമുയർത്തി ഒന്ന് ഏറ്റു പറഞ്ഞ്, അവന്റെ പൂർണ്ണതയിൽ നാം എല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. കണ്ടോ? അപ്പൊ എന്താ ഈ പൂർണ്ണത? ഇത് ഇന്ന് രാവിലെ എന്നോട് ഈശോ പറഞ്ഞത് ഇതാണ്, ഞാൻ പൂർണ്ണമായിട്ട് നിന്നിലുണ്ടെന്ന് നീ അങ്ങ് വിശ്വസിക്കുക. ഞാൻ പറഞ്ഞു, ഞാൻ വിശ്വസിക്കണ്ടല്ലോ കർത്താവ്, എന്നിട്ട് എന്താ എനിക്കിത് മുഴുവനും കിട്ടാതെ? ഞങ്ങൾ തമ്മിലൊരു, നീ വിശ്വസിക്കുന്നുണ്ടെങ്കിലും നീ വേറെയും ചില കാര്യങ്ങൾക്ക് വിശ്വസിക്കുക. അവരോട് പറഞ്ഞാൽ ശരിയാവുമായിരിക്കും, ഇവരോട് പറഞ്ഞാൽ ശരിയാവുമായിരിക്കും, അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചാൽ ശരിയാവുമായിരിക്കും. എന്നാൽ ശരി, എന്നാൽ ഞാൻ ആരോടൊന്നും പറയണില്ല ദൈവമേ. നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മളൊന്ന് 4 ആളെ വിളിച്ചൊന്ന് പറയരുത്, നിങ്ങൾ പ്രാർത്ഥിക്കട്ടോ, ഇവിടെ ധ്യാനം നടക്കാൻ പോവാണ്, എനിക്ക് വറക്കണേ, എനിക്ക് പറ്റണില്ല. അപ്പോൾ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ടോ? അല്ല, ഇതൊക്കെ കർത്താവ് പറയണതാണ്. അതുകൊണ്ട് ഈയിടെയായിട്ട് ഞാൻ ആരോടും പറയണില്ല, കർത്താവേ നിനക്കറിയാലോ നീ പൂർണ്ണമായിട്ട് എന്നിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പൂർണ്ണമായിട്ട്, പൂർണ്ണം നമ്മൾ ഇന്നലെ മനസ്സിലാക്കിയില്ലേ? ഇൻഫിനിറ്റ് എന്ന് പറഞ്ഞാൽ പൂർണ്ണതയാണ്. ആ ഇൻഫിനിറ്റായ ദൈവത്തിലുള്ള വിശ്വാസത്തിനാണ് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ എന്ന് പറയുന്നത്. അല്ലാണ്ട് കടുകുമണിയുടെ, പണ്ട് ഞാനുമൊക്കെ പറഞ്ഞു കടുകുമണി ഇങ്ങനെയാണ്, കടുകുമണി ഇങ്ങനെയാണ് അതിൻ്റെ, പക്ഷേ അതൊന്നും അല്ല കാര്യത്തിൻ്റെ കിടപ്പ്. എത്ര നാൾ കഴിഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. കാര്യത്തിൻ്റെ കിടപ്പ് ആ ദൈവത്തിൻ്റെ അനന്തതയിൽ, അനന്ത കരുണയിൽ, അനന്ത സ്നേഹത്തിൽ, അനന്ത ശക്തിയുടെ ഒരംശം എനിക്ക് കിട്ടിയാൽ എത്ര കിട്ടി? മുഴുവനും കിട്ടി, മുഴുവനാണ് എന്ന് ഞാൻ വിശ്വസിക്കുക എന്നുള്ളത്. വിശ്വസിക്കണം. അതിന് ഒരു ജ്ഞാനം വേണം, ജ്ഞാനം. ഇത് പൗലോസ്ലീഹയുടെ ലേഖനത്തിൽ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിരിക്കുന്നത് ഇവിടെയാണ്. എഫെസോസുകാർക്ക് ഇത് ലേഖനം 3-ാം അധ്യായം 14 മുതൽ 20 വരെയുള്ള വചനം കേട്ടോ. എഫെസോസ് 3-ാം അധ്യായം 14 മുതൽ 20 വരെയുള്ള വചനം. എനിക്കത് ബൈഹാർട്ട് പറയാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഇക്കാരണത്താൽ
സകല പിതൃത്വങ്ങളുടെയും നാമകാരണമായ പിതാവിന്റെ മുമ്പിൽ ഞാൻ മുട്ടുമടക്കുന്നു. അവിടുന്ന് തൻ്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് തൻ്റെ ആത്മാവിലൂടെ നമ്മുടെ ആന്തരിക നയനങ്ങളെ ശക്തിപ്പെടുത്തുകയും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളിൽ വസിക്കുകയും അങ്ങനെ സ്നേഹത്തിൽ വേരുവാങ്ങി അടിയുറയ്ക്കുകയും സകല വിശുദ്ധരോടൊപ്പം ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ആഴവും ഉയരവും അറിയുവാനും അങ്ങനെ നമ്മുടെ മനസ്സിനെ അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമ്പൂർണ്ണത കൊണ്ട് നിറയുവാനും ഇടയാകട്ടെ. അങ്ങനെ നിങ്ങളിൽ പ്രവർത്തിക്കുന്ന ശക്തി വഴി നിങ്ങൾ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നതിനേക്കാൾ അനേകം മടങ്ങ് നേടുവാൻ ദൈവത്തിന് കഴിയും. ചോദിക്കുകയും യാചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നൽകുന്ന അവിടത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും മാത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓർക്കുന്നുണ്ട് അല്ലേ? എന്താണ് അവിടുത്തെ 2-3 കാര്യം? വിശ്വാസം വഴി ക്രിസ്തു നമ്മളുടെ ഹൃദയത്തിൽ വേരുവാകല വസിക്കുന്നു. അപ്പോഴാണ് നമ്മൾ സ്നേഹത്തിൽ വേരുക. ഒന്ന് പറഞ്ഞില്ല അവരും, വിശ്വാസം വഴി ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ മാമോദീസായിലൂടെ സ്ഥൈര്യലേപനത്തിലൂടെയും കൂദാശകളിലൂടെയും അത് കൂടുതൽ ശക്തമായി പടരാൻ തുടങ്ങി. വിശ്വാസം വഴി ക്രിസ്തു അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ആ ക്രിസ്തു വസിക്കുന്നു. ഒരു കഷ്ണമല്ല, ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ആഴവും ഉയരവും മനുഷ്യ മനസ്സിനെ അറിയാൻ സാധ്യമല്ല. അതാണ് നമ്മൾ പാടാറുള്ള പാട്ട്. God's love is so wonderful, is so wonderful, so wonderful, so high, so deep. ഓക്കെ, മതി, നമ്മൾ പാടിയിട്ടില്ലേ? പക്ഷേ